നവംബറിൽ ലിയോണൽ മെസ്സി അടങ്ങുന്ന അർജന്റൈൻ ടീം കേരളത്തിലെത്തുമെന്നാണ് കായിക മന്ത്രി വി അബ്ദുറഹിമാനും സർക്കാരും പറഞ്ഞിരുന്നത്. പൊതുവേദിയിൽ നടത്തിയ പ്രഖ്യാപനത്തിന് വലിയ കയ്യടിയും ലഭിച്ചിരുന്നു. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരും വലിയ ആവേശത്തിലായിരുന്നു. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിലുണ്ടാവും. ഇപ്പോൾ സ്ഥിതി മാറി. നീലപ്പട കേരളത്തിലേക്ക് വരുന്നതിൽ ആർക്കും അത്ര ഉറപ്പു പോരാ. കേരളത്തിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ മെസ്സി അടക്കമെന്നുള്ള ലോകം ചാമ്പ്യന്മാർ കേരളത്തിൽ എത്തിക്കാനും ഫുട്ബോളിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുമാണ് കായിക വകുപ്പ് ആഗ്രഹിക്കുന്നത്. അത് നടക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. എല്ലാം സ്പോൺസർമാരെ ഏൽപ്പിച്ച് നോക്കി നിന്നതാണ് കായിക വകുപ്പിന് പറ്റിയ അബദ്ധം. ടീമിന്റെ വരവ് അനിശ്ചിതത്വത്തിലായതോടെ വീഴ്ച മറയ്ക്കാൻ കായിക വകുപ്പ് ശ്രമം തുടങ്ങി. അർജന്റൈൻ ടീമിന്റെ പിന്മാറ്റം സംബന്ധിച്ച കാര്യങ്ങളിൽ സ്പോൺസർമാർ വിശദീകരണം നൽകണമെന്ന് കായിക വകുപ്പ് ആവശ്യപ്പെടും. കരാർ തുക അടയ്ക്കാത്തത് സംബന്ധിച്ച് വിശദീകരണം തേടി സ്പോൺസർമാർക്ക് കത്തയക്കാനാണ് തീരുമാനം. ടീമിനെ കൊണ്ടുവരുന്നതിനുള്ള വലിയ സാമ്പത്തിക ചെലവ് കണക്കിലെടുത്താണ് ഉത്തരവാദിത്തം സ്പോൺസർമാരെ ഏൽപ്പിച്ചത്. നിലവിലെ അനിശ്ചിതത്വം നീക്കേണ്ടത് സ്പോൺസർമാരുടെ ബാധ്യതയാണെന്നും കായിക വകുപ്പ് പറയുന്നു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ തന്നെ അർജന്റീനയുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അത് സർക്കാരല്ല, സർക്കാർ അതിന് ഗ്യാരണ്ടി മാത്രമാണ്. സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമ്മൾ ഈ വിമർശനത്തിനൊന്നും കാത്തു നിൽക്കില്ലല്ലോ, നമ്മളത് ഉപയോഗിച്ച് കൊണ്ടുവരും. അർജന്റൈൻ ടീമിനെയും മെസ്സിയെയും കേരളത്തിലേക്ക് എത്തിക്കാൻ ഇനിയും ശ്രമങ്ങൾ തുടരുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. ഈ വർഷം ടീം സന്ദർശിക്കുന്ന രാജ്യങ്ങൾ ഇതിനോടകം തന്നെ തീരുമാനമായതോടെ അതെത്ര യാഥാർത്ഥ്യമാകുമെന്ന് ആർക്കും നിശ്ചയമില്ല. കേരളത്തിൽ അർജന്റീന 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നായിരുന്നു നേരത്തെ സർക്കാർ തലത്തിലടക്കം പറഞ്ഞിരുന്നത്. ഇതിനായി പ്രത്യേകം സ്റ്റേഡിയം നിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അർജന്റൈൻ ടീം വരുമെന്ന് തുടക്കം മുതൽ പറഞ്ഞ സംസ്ഥാന സർക്കാരും ഇതോടെ പ്രതിരോധത്തിലായി. ആലപ്പുഴ ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.